ക്ലച്ച് പിടിച്ചപ്പോൾ ഹാൻഡിലിൽ വഴുവഴുപ്പ്, കൈമാറ്റി നോക്കിയപ്പോൾ ഉഗ്രവിഷമുള്ള പാമ്പ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇതാണ് ദൈവാനുഗ്രഹം, അയാളുടെ സമയം നല്ലതാണ്, അല്ലെങ്കിൽ അയാൾക്ക് നല്ല ആയുസ്സുണ്ട് എന്നൊക്കെ പറയുന്നത്. ഉഗ്രവിഷമുള്ള മോതിരവളയൻ എന്നറിയപ്പെടുന്ന പാമ്പ് കയറി ബൈക്കിന്റെ ഹാൻഡിലിന്റെ ഇടയിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നറിയാതെ ഒരു യുവാവ് തൻ്റെ ഭാര്യയും പിഞ്ച് കുഞ്ഞുമായി സഞ്ചരിച്ചത് ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരം. കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് എങ്ങനെയെന്നല്ലേ വിശദമായി പറയാം. ഇടുക്കി അടിമാലിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത്. ബൈക്കിൽ പാമ്പ് കയറിക്കൂടിയതറിയാതെ ഭാര്യയും തൻ്റെ മകളുമായി യുവാവ് സഞ്ചരിച്ചത് ഏതാണ്ട് 5 കിലോമീറ്റർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ. അവർ വരുന്ന വഴി മഴ കനത്തതോടെ ഭാര്യയെയും മകളെയും അമ്മായിയച്ഛൻ്റെ കാറിൽ കയറ്റി ഭാര്യ വീട്ടിലേക്ക് വിട്ട ശേഷം യുവാവ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരും വഴി ബൈക്കിൻ്റെ ക്ലച്ച് പിടിച്ചപ്പോൾ എന്തോ ഒരു വഴുവഴുപ്പ്. അത് കാര്യമാക്കാതെ യുവാവ് വീണ്ടും യാത്ര തുടർന്നു. വീണ്ടും വഴുവഴുപ്പുള്ള എന്തോ ഇഴയുന്നത് പോലെ നോക്കിയപ്പോൾ അതാ ഹാൻഡിലിൽ ചുറ്റി പിണഞ്ഞ് ഒരു വലിയ പാമ്പ്. ഞെട്ടിത്തെറിച്ച യുവാവ് പെട്ടെന്ന് വണ്ടി നിർത്തി ജീവനും കൊണ്ട് ചാടി ഇറങ്ങി. പെട്ടെന്ന് തന്നെ പുറകെ വന്നവരും സമീപത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഓടിക്കൂടി. അപ്പോഴും യാതൊരു കൂസലുമില്ലാതെ പാമ്പ് ഹാൻഡിലിൽ കൂടെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് താഴേക്ക് ഇറങ്ങി. ആളുകളാരും പാമ്പിനെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചില്ല. അത് പതുക്കെ ഇഴഞ്ഞ് അടുത്ത പറമ്പിലേക്ക് രക്ഷപ്പെട്ടു. അടിമാലി അമ്പലപ്പടി SH കോൺവെന്റിന് സമീപം താമസിക്കുന്ന ബിനീഷാണ് പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. മോതിരവളയൻ എന്നറിയപ്പെടുന്ന ഒരു വിഷപ്പാമ്പാണിതെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഏതാണ്ട് 8 മണിയോടെയാണ് ഭാര്യ ഹർഷ, മകൾ 3 വയസ്സുകാരിയായ പാർവണ എന്നിവരുമായി യുവാവ് അടിമാലി ടൗണിലേക്ക് പോയത്. തിരികെ പോകാൻ ഒരുങ്ങുമ്പോൾ ശക്തമായ മഴ പെയ്തു. തുടർന്ന് ഭാര്യയെയും മകളെയും ഭാര്യാപിതാവിൻ്റെ കാറിൽ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് വീട്ടിലേക്ക് തിരികെ വരുമ്പോഴായിരുന്നു ബൈക്കിൽ കയറിയ അതിഥിയെ കണ്ട് ബിനീഷ് ഞെട്ടിപ്പോയത്. ഉടൻ ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങി ജീവനും കൊണ്ടോടി. ഇതാണ് സമയം നല്ലതാണെങ്കിൽ ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പൈശാചിക കൂട്ടായ്മയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കുർവാസനത്തിൽ പോകുന്നവരാണെങ്കിൽ ഇത് കുർവാസന കുഞ്ഞമ്മയുടെ അനുഗ്രഹമാണെന്ന് പറഞ്ഞു പോയി സാക്ഷ്യം പറഞ്ഞേനെ. പേടിച്ചു പോയ ആ പാമ്പിന്റെ അവസ്ഥയും പാമ്പിനെ കണ്ട് പേടിച്ച് ഊപ്പാട് വന്ന ബിനീഷിന്റെ അവസ്ഥ ആരും മനസ്സിലാക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.